മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഇതുവരെ 406 പേർ മരിച്ചതായി അനൌദ്യോഗിക കണക്ക്. 222 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇതിൽ 38 പേർ കുട്ടികളാണ്. 220 മൃതദേഹങ്ങളും 184 ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. തിരച്ചിലിനിടെ മുണ്ടക്കൈയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും ശരീരഭാഗം കണ്ടെത്തി. കാണാതായവർക്കായി അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് തെരച്ചിൽ തുടരുകയാണ്. ഡ്രോൺ ഉപയോഗിച്ച് തയ്യാറാക്കിയ മാപ്പ് ഉപയോഗിച്ചും തെരച്ചിൽ നടത്തും. അനീസലിയുണ്ട് ഇപ്പോൾ വിവരങ്ങൾ നൽകാനായി. അനീസലി, ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്നത്? അജി, ഉച്ചഭക്ഷണത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ചൂരൽമല ഭാഗത്ത് നിന്നാണ് ഒരു മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. മൃതദേഹാവശിഷ്ടമാണ് ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്ന് JCBകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള കെടാവർ ഡോഗ് സ്ക്വാഡിലെ നായകളെ ഉപയോഗിച്ചുമുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ഡ്രോൺ റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. അതേ തുടർന്നാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നാണ്, ചൂരൽമലയിലെ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നാണ് ഒരു മൃതദേഹം കൂടി ലഭിച്ചത്. ചൂരൽമലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത്. ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് മൃതദേഹാവശിഷ്ടങ്ങളാണ്. 2 ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാളുടേതാണോ അതോ രണ്ടുപേരുടേതാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. അല്പസമയം മുമ്പാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. ആ പ്രദേശം കേന്ദ്രീകരിച്ചും ഇപ്പോൾ മറ്റ് 12 സോണുകൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ 2 മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് 2 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സൂചനകൾ ലഭിച്ചിരുന്നു. അത് നേരത്തെയും ഈ ഡ്രോൺ റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ സൂചനകൾ ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. പ്രദേശത്ത് ഈ നായ്ക്കളുടെ സൂചന പ്രകാരമുള്ള തെരച്ചിൽ നടത്തിയിരുന്നതും ഡ്രോൺ റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തിയിരുന്നതും ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു. അവിടെ പക്ഷേ പിന്നീട് ഉള്ള പരിശോധനകളിലൊന്നും ഇതുവരെ മൃതദേഹമോ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഔദ്യോഗിക സംവിധാനങ്ങളോടൊപ്പം വളണ്ടിയർമാരുടെ കൂടി ആദ്യഘട്ടം മുതലുള്ള പൂർണ്ണമായ പിന്തുണ ഈ ഘട്ടത്തിലും ഉണ്ട്. അതേസമയം ചില നിയന്ത്രണങ്ങൾ ഈ പ്രദേശത്തേക്ക് വരുന്നതിന് അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ വളണ്ടിയർമാർ തുടങ്ങി രക്ഷാദൗത്യവുമായി വന്നിട്ടുള്ള ആളുകളെല്ലാവരെയും കൃത്യമായി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് കടത്തിവിടുന്നത്. രജിസ്റ്റർ ചെയ്ത് അവരുടെ പേരും ഫോൺ നമ്പറും രേഖപ്പെടുത്തുന്ന ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണവും അവർ എത്തിച്ചു നൽകുന്നുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ചില അനിഷ്ട സംഭവങ്ങളുണ്ടായിരുന്നു. ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ, അതൊന്നും ഇപ്പോൾ ഇല്ല. ഇന്ന് രാവിലെ മുതൽ പ്രഭാത ഭക്ഷണം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഉച്ചഭക്ഷണവും എല്ലാവർക്കും എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഇന്ന് ഭക്ഷണ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാ വളണ്ടിയർമാരും ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കൃത്യമായി ശാസ്ത്രീയമായ പരിശോധനകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാതെ പരിശോധന ചാലിയാറിൻ്റെ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഉണ്ടാകും എന്ന് ഇന്ന് മന്ത്രി K. രാജൻ അറിയിച്ചിരുന്നു. പോത്തുകല്ല് വരെ, അതായത് മലപ്പുറം ജില്ലയുടെ പോത്തുകല്ല് വരെ ഒരു പ്രത്യേക ഒരു ടീം പരിശോധിക്കും എന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നേരത്തെ തന്നെ ഈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഒരുപാട് മൃതദേഹങ്ങൾ ലഭിച്ചത് ഈ ചാലിയാറിൻ്റെ തീരത്ത് നിന്നാണ്, നിലമ്പൂർ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ടാണ് ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പരിശോധന നടന്നിട്ടില്ലാത്ത ആ മലപ്പുറത്തിൻ്റെ ആ ഒരു ഭാഗം കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വൈകാതെ അത് സംബന്ധമായ അവിടേക്ക് പ്രത്യേകമായി NDRFിൻ്റെയും ഫോറസ്റ്റിൻ്റെയും സംഘങ്ങളെ നിയോഗിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, വിദഗ്ധ പരിശോധന ലഭിച്ച വളണ്ടിയർമാരെ കൂടി ഈ സംഘത്തോടൊപ്പം നിയോഗിക്കും. ആ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ധാരണയുള്ള പ്രദേശത്തെ ആളുകളെയും ഈ തിരച്ചിലിൽ പങ്കെടുപ്പിക്കും എന്നാണ്. ഏതായാലും അവസാന ഘട്ടം വരെയും മൃതദേഹാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ കണ്ടെടുക്കാനുള്ള ശ്രമത്തിൽ നിന്ന് സർക്കാരോ അധികൃതരോ പിൻവാങ്ങില്ല എന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. ഏതായാലും ഊർജിതമായ തെരച്ചിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഇവരുടെ ഈ
കാണാതായ ആളുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ കൃത്യത വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും ഒരു ഒരു അവസാന കണക്കിലേക്ക് എത്തണമെങ്കിൽ ഇനിയും സമയമെടുക്കും എന്നത് ഉറപ്പാണ്. ഇപ്പോൾ ആ കണക്കിൽ കൂടലും കുറവിലും സംഭവിക്കുന്നുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ചുകൂടി, അതായത് കാണാതായി രജിസ്റ്റർ ചെയ്തതിൽ നിന്ന് കുറച്ച് ആളുകൾ കൂടി കുറഞ്ഞിട്ടുണ്ട്. കാരണം അവരെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ബന്ധുക്കൾ തിരിച്ചറിയുകയോ ഒക്കെ ചെയ്തതോടുകൂടിയാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ചില ആളുകൾ മരിച്ചു എന്ന് മൃതദേഹം കൊണ്ട് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെയുള്ളത് കൊണ്ട് ഇതിൽ ഒരു കൃത്യമായ കണക്ക് ഇപ്പോൾ നിലവിൽ ഇല്ല. ഇതുവരെ ഇത്ര എന്ന രൂപത്തിലുള്ള കണക്കുകളാണ് നിലവിലുള്ളത്. ഏതായാലും ഈ കാണാതായവരെ മുഴുവൻ കണ്ടെത്തുന്നത് വരെയോ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുന്നത് വരെയോ ഇനി ഒരു പുരോഗതി ഇല്ല എന്ന് ഉറപ്പാക്കും വിധം പരിശോധനകൾ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ തിരച്ചിൽ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു സൂചനകളും ഇപ്പോൾ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല.